കുത്തരി കൊണ്ടുള്ളൊരു അടിപൊളി പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ഇത് കൂട്ടുപായസമായിട്ട് എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിപ്പോൾ അമ്പലത്തിൽ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഭഗവാനെ പൂജിക്കുന്നതാണല്ലോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഒരു റിക്രിയേഷനായിട്ട് നിങ്ങളിവിടെ കാണിക്കുകയാണ്. അപ്പം ഞാൻ ഒരു 250 ഗ്രാം നല്ല കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവനെ ഞാനൊരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിനകത്തേക്ക് മാറ്റുക. ഉരുളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് കഴുകി വാരി അരി ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. ഇത് നല്ല മധുരമാണ്, ഭയങ്കര ശർക്കര നമ്മൾ നല്ലപോലെ ഇടും, പിന്നെ നല്ലപോലെ നെയ്യ് ഒഴിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വേവിക്കുകയാണ്. നല്ലപോലെ കുക്കറിൽ വെക്കുന്നില്ല. കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് അതിന് ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ ഒരു 3 കപ്പ്, അതായത് 250 അരിയാണല്ലോ എടുത്തിരുന്നത്, അതിൻ്റെ ഒരു 3 കപ്പ്. അപ്പോൾ ഏത് കപ്പിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ചിലപ്പോൾ വെള്ളം ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് നമുക്ക് വെള്ളം കൂടണ്ട. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ അരി നല്ലപോലെ വേവുകയും ചെയ്യണം, പക്ഷേ വെള്ളം ഒട്ടും കൂടരുത്. അതുപോലെ വറ്റിച്ചെടുക്കണം. ഇത് ഇവനെ വേവിച്ചെടുക്കാം. നമ്മളുടെ അരി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ശർക്കര ഒരു 750 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 900 ഗ്രാമിൻ്റെ ഒരു ഉണ്ടയുള്ള ശർക്കരയായിരുന്നു. അതിനെ ഞാനൊന്ന് വെട്ടി റെഡിയാക്കി ഒരു 750 മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം അല്ലേ. നമുക്കപ്പോൾ നമ്മുടെ ചോറ് വെള്ളം വറ്റി, പക്ഷെ വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചോറ് ഇത് നല്ലപോലെ വെന്താൽ മാത്രമേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ വെള്ളം കൂടാനും വയ്യ. അതുകൊണ്ട് ഒരു 2 ഗ്ലാസ് വെള്ളം എപ്പോഴും തിളപ്പിച്ചിട്ടേക്കണം. ഇതൊരു ചൂടുവെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുവാണ്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ശർക്കര നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, ഉരുകി വരുന്നുണ്ട്. ശർക്കര നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഓഫാക്കാൻ പോവാണ്. അരി വേവുന്നേ ഉള്ളൂ. അപ്പോൾ സെയിം ടൈമിൽ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ നമ്മുടെ കശുവണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുക്കാൻ പോവാണ്. നമ്മളുടെ അരി നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഓട്ടുരുളിയിൽ എന്നിട്ട് നല്ല ഓടിൻ്റെ തവിയും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയോ. സാറില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സാധാ ചട്ടി ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ വെന്ത് വരുന്നുണ്ട്. ശരിക്കും അരി വെന്തതിന് ശേഷം മാത്രമേ നമ്മുടെ ശർക്കരപ്പാനി ഒഴിക്കാൻ പാടുള്ളൂ, എങ്കിലേ അല്ലെങ്കിൽ പിന്നെ വീണ്ടും അരി വേവില്ല. അതുകൊണ്ടാണ് നല്ലപോലെ സമയം എടുത്തു. ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഞാൻ ഈ അരി ഇങ്ങനെ വെച്ചിട്ട്. എന്നിട്ടും വെന്ത് വരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു. വെള്ളം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ ഒരു ടീസ്പൂണിൽ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. വീഴുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ വീണിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുവാണ്. ശർക്കര ഞാൻ നല്ലപോലെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കരയും അരിയും കൂടി ഇതിനകത്ത് കിടന്ന് നല്ലപോലെ അത് വേവണം. വെള്ളം വറ്റി വരണം ഇതിനകത്ത് കിടന്നിട്ട്. നമ്മുടെ പായസം നല്ലപോലെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കളർ തന്നെ നോക്ക്, കളർ തന്നെ കണ്ടാൽ നമുക്ക് കൊതിയാവും തിന്നാനായിട്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ശർക്കരയുടെയും പിന്നെ ഇത്തിരി നെയ്യും കൂടെയൊക്കെ ആയിട്ട്. കുറച്ച് റിച്ചാണ്, പക്ഷെ നമ്മളെപ്പോഴും ഈ പായസം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ലപോലെ നെയ്യിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നെയ്യിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്യുന്നത്. നെയ്യ് ധാരാളം ഇടാം. നല്ലപോലെ ചെറുതായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് കൊടുക്കാം. കുറച്ചുകൂടെ നെയ്യ് ഇടുവാണേ.
എനിക്ക് പോരാനൊരു മടിയാണ്, നമ്മളോടെ കളിയല്ലേ. നോക്ക് നല്ലപോലെ കുറുതായിട്ട് വരുന്നുണ്ട്. എന്താണ് മണവും ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റായി തന്നെ ആയിരിക്കും. നല്ലപോലെ കുറുതായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു നുള്ളുപ്പും കൂടെ ഇടും. ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുവാണേ. ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ നെയ്യും കൂടെ ഇടുവാണ്. ഇത്ര നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് ഇടണ്ട. അതുകൂടെ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ പായസം അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കൂ, കണ്ടോ, പായസം നല്ലപോലെ റെഡിയായി വന്നു തുടങ്ങി. ഇതുണ്ടോ, നെയ്യിലൊക്കെ കിടന്നിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫാക്കി കഴിയുമ്പോൾ ഒന്നുകൂടി ഇതൊന്നും ഇരുന്ന് കുറുതാകും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ഇടിപ്പരിപ്പും കിസ്മിസും നെയ്യും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് ഇവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു പൊടിക്കൈയും കൂടി ഉണ്ട്. കുറച്ച് ഏലക്കായയും ചുക്കും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആഹാ, അടിപൊളി. നമ്മുടെ പായസം അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കും കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് ഇത് മാറ്റുവാണ്. ഒരു ഇല ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതാണ്. പായസം സാധാരണ ഇലയിൽ വിളമ്പുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ, കാണാനും ഭംഗിയാണ്.